വ്യതിചലിച്ച് സ്വന്തമായിട്ട് സഭയുണ്ടാക്കി അതിന്റെ മുകളിൽ വരാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു. You know, when very first time 3,000 people baptized, which denomination church they joined? നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യത്തെ പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടു. അവർ ഏത് സഭയിലെ അംഗങ്ങളായിരുന്നു, ഏത് പേരിലായിരുന്നു അവർ അറിയപ്പെട്ടിരുന്നത്? They were the Church of Jesus Christ. അവര് ക്രിസ്തുവിന്റെ സഭ മാത്രമായിരുന്നു. Everybody who born again and baptized is the part of the Church of Jesus Christ. വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളെല്ലാം ക്രിസ്തുവിന്റെ സഭയുടെ ഭാഗമാണ്. You know, sometimes even some of my people ask me, you know, Church of Christ look like a cult. Can we change the name so that will make the people more appealing? പലപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ളതിനെ പലരും പറയും, ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്നുള്ള പേര് അത്ര നല്ലതല്ല, നമുക്ക് ഈ പേരൊന്ന് മാറ്റിയാൽ കുറച്ച് പേരോട് നമ്മുടെ സഭയിലോട്ട് വരുമെന്ന്. It is a cult who believe in Jesus Christ. That's the church is. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൾട്ടാണ്, അതൊരു പ്രത്യേക വിഭാഗമാണ്, അത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ ഒരു പ്രസ്ഥാനമാണ്. The church that started by Jesus Christ, that's not our church. നമ്മുടെ സഭ എന്ന് പറയുന്നത് കർത്താവ് സ്ഥാപിച്ച സഭയാണ്, പി.വി. അലക്സാണ്ടർ സ്ഥാപിച്ച സഭയല്ല. So Noah built one ark, Christ created one church. നോഹ ഒരു പെട്ടകം ഉണ്ടാക്കി, ക്രിസ്തു ഒരു സഭ സ്ഥാപിച്ചു. Now secondly, Noah built with one material. രണ്ടാമത് നോഹ പെട്ടകം ഉണ്ടാക്കിയത് ഒരു ഒറ്റ തരം തടി കൊണ്ടാണ്. God asked him to use gopher wood to create this ark. ദൈവം നോഹയോട് പറഞ്ഞു, ഗോഫർ മരം കൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. He started doing it. അങ്ങനെ നോഹ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കി. You ever think about the sideline supervisors asking, why are you using gopher wood? Can we use teak? That's better. Can you use what do you call the mango tree? That's better. There are people giving him different opinion how to build the church. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നോഹ ഈ ഗോഫർ കൊണ്ട് പെട്ടകം പണിയണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ചോദിക്കുന്നു, എന്തിനാണ് ഗോഫർ? തേക്ക് ഇതിൽ നല്ലതല്ലേ, അതുകൊണ്ട് പണിയരുതോ? മാവിന് ഇതിനെക്കാട്ടി വില കുറവല്ലേ, അതുകൊണ്ട് പണിയരുതോ എന്ന് ഒരുപക്ഷെ ചോദിച്ചു കാണും. But Noah say, God asked me to build the church using gopher wood. എന്നാൽ നോഹ പറഞ്ഞു, ദൈവം എന്നോട് കൽപ്പിച്ചത് ഈ പെട്ടകം ഉണ്ടാക്കുന്നത് ഗോഫർ മരം കൊണ്ടായിരിക്കണം. I think if you build by some other, even if one plank is there, there's a good chance the ship will sink. ഞാൻ വിശ്വസിക്കുന്നു, ഒരു തടി കഷണമെങ്കിലും ഗോഫർ അല്ലാതെ മറ്റൊന്ന് ആ പെട്ടകത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ജലപ്രളയത്തിൽ ആ പെട്ടകം താണുപോയേനെ. God built His church with one material. അതുപോലെ